പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് അറബിക്ക് 1ാം പാദവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നഖറുൽ ഫിക്ര വ നുജീബ്. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇഖ്വാനി അൽ അഇസ, പ്രിയമുള്ള കൂട്ടുകാരെ, അന നബീൽ, ഞാൻ നബീലാണ്. ത്വാലിബും ഫി സഫി സാബി, 7ാം ക്ലാസ്സിലാണ്. മർഹബം ബിക്കും ഫി കനാത്തി അൽ അൽവാൻ, അൽവാൻ ചാനലിലേക്ക് സ്വാഗതം. അന അഖിഫു അമാമ മൽഅബുൽ ഖറിയ, ഗ്രാമത്തിലെ ഗ്രൗണ്ടിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. വനറ ലൗഹാതൻ കബീറ, വലിയ ബാനറുകളുണ്ട്. ബി മുനാസബത്ത് കൗസിൽ ആലം, ലോകകപ്പിനോടനുബന്ധിച്ച് ലി ഖുറത്തുൽ ഖദം, ഫുട്ബോൾ ലോകകപ്പ്. അൽയൗമ തജ്രി മുബാറാത്ത് ഖുറത്തുൽ ഖദം ഫി സാഅത്തിൽ ഖാമിസ, ഇന്ന് എന്തെടുക്കും? സാഅത്തുൽ ഖാമിസ, 5 മണിക്ക് വൈകിട്ട് ഫുട്ബോൾ കളി നടക്കും. ഇൻഷാ അല്ലാഹ്. സാക്കൂനു മഅക്കും ഫി ഹാദിഹിൽ മുസാബഖ, ഈ മത്സരത്തിൽ ഞാനുണ്ടാവും. ഇലൽ ലിഖാ, വീണ്ടും കാണാം. അപ്പൊ ചോദ്യം, അന നബീൽ ത്വാലിബുൻ ഫി സഫി, എത്രാം ക്ലാസ്സിലാന്ന് പറഞ്ഞേ? അസാബിയ അല്ലേ? അസാബിയ. പിന്നെയോ മതാ തജ്രി മുബാറാത്ത് ഖുറത്തുൽ ഖദം, ഖുറത്തുൽ ഖദം തുടങ്ങുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് തുടങ്ങുന്നത്? തജ്രി മുബാറാത്ത് ഖുറത്തുൽ ഖദം ഫിസാഅത്തിൽ ഖാമിസ മസാഅൻ. ഓക്കെ, അടുത്ത ഇഖ്തർ മിനൻ നസി മുളാരി കലിമത്ത് ജറ, ജറയുടെ മുളാരി എഴുതണം. എന്താ വരിക? ഇവിടെ ഉണ്ട് അല്ലേ, തജ്രി എന്ന് കൊടുക്കാം. അടുത്തത് മാ ഇസ്മു കനാത്തി നബീൽ, നബീലിന്റെ ചാനലിന്റെ പേരെന്താണ്? എന്താണ്? അസ്ഹാർ അൽ അബിയ അൽവാൻ, അൽവാൻ എന്നാണ് പേര്. നമ്മുടെ പാരഗ്രാഫിലുണ്ടല്ലോ, ഇതാ അൽവാൻ. അടുത്തത് ബി ഐ മുനാസബത്തിൻ തജ്രി മുബാറാത്ത് ഖുറത്തുൽ ഖദം, ഫുട്ബോൾ മത്സരം എന്തിനോടനുബന്ധിച്ചാണ് നടക്കുന്നത്? കൗസുൽ ആലം ലി ഖുറത്തുൽ ഖദം അല്ലേ, ലോക ഫുട്ബോൾ അനുബന്ധിച്ചാണ്. അടുത്ത നഖറുൽ ഫിക്ര വ നുക്മിലുൽ ബർനാമിജ്, പാരഗ്രാഫ് വായിച്ച് ബർനാമിജ് പൂർത്തിയാക്കുക, പ്രോഗ്രാം. ബദഅത്തിൽ മുസാബക്ക, മത്സരം അല്ല, ബഅദൽ മുസാബക്ക, മത്സരത്തിന് ശേഷം. ബദഅത്തിൽ ഹഫ്ല, ഏത് മുകളിലെ ഫുട്ബോൾ മത്സരത്തിന് ശേഷേ പരിപാടി നടന്നു. ലി തൗസീൽ ജവായിസ്, സമ്മാനം കൊടുക്കാൻ. ഫി തമാമി സായത്തി താസിയ, എത്ര മണിക്ക്? 9 മണിക്ക്. ഖാമു ഉളുവുൽ മജ്ലിസ് തശ്രീഇ, MLA വന്നു, MLA നടത്തി. ബി ഇഫ്തിതാഹിൽ ഹഫ്ല, പരിപാടിയുടെ ഉദ്ഘാടനം. വ തൗസിഉൽ കഅസ്, കപ്പ് കൈമാറ്റം. തറാസ റയീസു മജ്ലിസിൽ ഖറിയ, പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. എന്താ? റഹബ അമീനുൽ മക്തബ്, ഓഫീസ് സെക്രട്ടറി ആശംസ അറിയിച്ചു. ബിൽ ഹാദിരീൻ, വന്നവർക്ക്. അൽക ഉളുവു മജ്ലിസിൽ ഖറിയ, പഞ്ചായത്ത് മെമ്പർ നടത്തി. കലിമാത്ത് തഹാനി, ആശംസ. വഖദ്ദമ സൽമാൻ കലിമത്ത് ശുക്ർ, സൽമാൻ നന്ദി പറഞ്ഞു. അപ്പൊ എങ്ങനെ വരിക? ഇപ്പൊ തർഹീബ്, സ്വാഗതം പറഞ്ഞത് ആരാണ്? ഇവിടെ ഉണ്ടല്ലോ അല്ലേ, സ്വാഗതം പറഞ്ഞത് അമീനുൽ മക്തബ് അല്ലേ, അതാണ് ഇവിടെ എഴുതേണ്ടത്. റയീസു മജ്ലിസുൽ ഖറിയായിരുന്നു എന്ത്? അധ്യക്ഷൻ. അപ്പൊ എന്താ വരിക? റയീസ് അല്ലെങ്കിൽ റിയാസത്ത്, ഇവിടെ റയീസ് എന്ന് എഴുതണം. ഇഫ്തിതാഹ്, ഉദ്ഘാടനം. ആരാണ്? ഉളുവുൽ മജ്ലിസ് തശ്രീഇ, MLA. ആശംസ പറഞ്ഞത് ആരായിരുന്നു? ഉളുവുൽ മജ്ലിസിൽ ഖറിയ. ഇവിടെ എഴുതേണ്ട ഏതാ? കലിമത്ത് ശുക്ർ, എന്നിട്ട് സൽമാൻ എന്ന് എഴുതാം. ഇപ്പൊ കലിമത്ത് ശുക്ർ എന്ന് ഇവിടെ എഴുതുക, സൽമാൻ എന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നഖ്തറുൽ ജവാബ് സഹി, ശരിയായ ഉത്തരം എടുത്തുക. മതാ ബദഅത്ത് ഹഫ്ലത്ത് തൗസീഉൽ ജവായിസ്, സമ്മാനം കൊടുക്കുന്ന പരിപാടി എപ്പോൾ തുടങ്ങി? 5 മണി, 8 മണി, 9 മണി. 9 മണിക്കല്ല തുടങ്ങിയത് രാവിലെ. അടുത്ത് മൻ വസ്സഅൽ കഅസ്, ആരാണ് കപ്പ് കൊടുത്തത്? ആരാണ്? ഇതിലുണ്ടല്ലോ അല്ലേ, ഉളുവുൽ മജ്ലിസ് തശ്രീഇ ആണ്. ഇനി അടുത്തത് നുക്മിലു തഖ്രീർ ബി ഇസ്തിഖ്ദാമിൽ കലിമാത്തിൽ ആത്തിയ, താഴെയുള്ള റിപ്പോർട്ട് പൂർത്തിയാക്കണം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട്. കോട്ടയം, ജറത് മുബാറാത്ത് ഖുറത്തുൽ ഖദം, ഫുട്ബോൾ മത്സരം നടന്നു. ബി മുനാസബത്ത് കൗസുൽ ആലം, ലോകകപ്പിനോടനുബന്ധിച്ചിട്ട്.
ഫാസ ഫിൽ മുസാഫക്കത്തി മരീഖു നെഹ്റു, നെഹ്റു ടീം ജയിച്ചു. ഖാമ നിർവഹിച്ചു, ആര്? ഉളുവുൽ മജ്ലിസ് തശ്രീഇ ബി ഇഫ്തിതാഹിൽ അഫ്ല, പരിപാടിയുടെ ഉദ്ഘാടനം. പിന്നെ തറ അസ റഈസു മജ്ലിസിൽ കറി, അവിടെ തറ അസ എന്ന് വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ വരും, ഏത്? ഉളുവുൽ മജ്ലിസ് തശ്രീഇ ഇവിടെ വരും, തറാസ ഇവിടെ വരും അല്ലേ. റഹബ ആരാണ് ആശംസ പറഞ്ഞത്? അമീൽ മക്തബ് അല്ലേ. വഖദ്ദമ സൽമാൻ, സൽമാൻ എന്ത് ചെയ്തു? കലിമാത്ത് ശുക്ർ ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്തത് നഖ്താൽ ജവാബ്. ഉത്തരം എഴുതുക. മിൻ ഐന യുസ്ദറു ഹാദൽ ഖബർ, എവിടെ നിന്നാണ് ഈ വാർത്ത എന്താണ് പ്രസിദ്ധീകരിച്ചത്? കോട്ടയം അല്ലേ. അപ്പം ഇതിൽ കോട്ടയമാണ് ഉത്തരം വരിക. ഓക്കെ, ഞാൻ നുക്കുമിൽ ഹിവാർ പൂർത്തിയാക്കാൻ. രാജു വ നബീൽ സ്വദീഖാന്, രാജുവും നബീലും കൂട്ടുകാരാണ്. ലം യഖ്ദിർ രാജു അല ഹുദൂറുൽ മദ്രസ, രാജുവിന് എന്താണ് മദ്രസയിൽ വരാൻ പറ്റിയില്ല. ബിസബബി മറുലി വാലിദിഹി, വാപ്പയുടെ രോഗം കാരണം. ഫസാറ നബീൽ വാലിദഹു, അപ്പോൾ വാപ്പാനെ കണ്ടു. നബീൽ വാലിദഹു, അവൻ്റെ വാപ്പയെ സന്ദർശിച്ചു. ഫിൽ മുസ്തഷ്ഫ, ആശുപത്രിയിൽ. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? നബീൽ ചോദിച്ചു സബാഹൽ ഖൈർ, അപ്പോൾ വാലിദ് സബാഹന്നൂർ. കൈഫൽ ഉമൂറിയ വാലിദ്, ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? വാലിദ് പറയും തമാം അൽഹംദുലില്ലാ. ഇപ്പം നബീൽ എന്തോ ചോദിച്ചു, വാലിദ് പറഞ്ഞു അലമുൽ ബത്തൻ, വയറുവേദന. അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടാവുക? മാതാ അസാബക്ക അല്ലേ. മത തസ്രി, എപ്പോഴാണ് ഡിസ്ചാർജ്? ഗദൻ, നാളെ എന്ന്, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ യൗം അൽ യൗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലാ തൈസൻ ഷഫാഖ് അല്ലാഹു ഫൗറൻ, അപ്പോൾ ഇവിടെ ആമീൻ പറയാം. മഅസ്സലാം ഇലൽ ലിഖാ എന്നാണ്. ഇതുപോലെ എഴുതാം. മാതാബിക്ക, ഇതിൽ ആ ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വിട്ടുപോയ ഭാഗം മാത്രമേ ഉള്ളൂ. അടുത്തത് നസ്തഖ്റിജ് മിനൽ അൽ കലിമാത്ത് തഹ്ദീബി, ഇതിലെ കലിമാത്ത് തഹ്ദീബികൾ എഴുതാനാണ്. ഏതൊക്കെയാണ്? മഅസ്സലാം എഴുതാം അല്ലേ, തമാം അൽഹംദുലില്ലാ, സബാഹുൽ ഖൈർ, ഇതൊക്കെ ഇവിടെ എഴുതാവുന്നതാണ്. അടുത്തത് ബി, അതിൽ ബി യജ്രി ഫിൽ മദ്രസത്തി നബീൽ ബർനാമജൻ തഹ്ഫീസി, ഇവിടെ സ്കൂളിൽ ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം ഉണ്ടായി. യുഷാരിഖ് ഫിഹി തഹ്സീൻ മുഹമ്മദ്, അതിൽ തഹ്സീൻ മുഹമ്മദ് പങ്കെടുത്തു. ഹുവ ലാഇബ് ഫരീഖ് ഖത്തർ, ഖത്തറിലെ ടീമിലെ കളിക്കാരനാണ്. ഫി കൗസിൽ ആലം, ലോകകപ്പിൽ. നുക്കുമിൽ ഇസ്തിബിയാനിൽ മുഖാബല, ഇന്റർവ്യൂ ചോദ്യം തയ്യാറാക്കുക. മാ വെച്ചാൽ എന്ത് അല്ലേ, മാ ഇസ്മുക്കും എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മത്താന്ന് വെച്ചാൽ എപ്പോൾ, ഐന എവിടെ, കൈഫ എങ്ങനെ, എന്തൊക്കെ ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് പറ്റിയ സിമ്പിൾ ചോദ്യങ്ങൾ. മാ ഇസ്മുക്ക പേരെന്താണ്, മത്താ ബദഅത്തല്ലേ എപ്പോഴാണ് കളി തുടങ്ങിയത്, ഐന തസ്കുൻ എവിടെയാണ് താമസിക്കുന്നത്, കൈഫക്കാനത്തിൽ മുബാറ എങ്ങനെയായിരുന്നു കളി എന്നൊക്കെ ചോദിക്കാം കേട്ടോ. മൻ ബറ അഹാദൻ നജ, ഈ വിജയത്തിന്റെ പിറകിൽ ആരാണ്? അതൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നതാണ്. നഖ്താർ സഹി, ശരിയായ ഉത്തരം എഴുതുക. ഫി ഐ ഫരീഖിൻ ലബി മുഹ്സിൻ, മുഹ്സിൻ ഏത് ടീമിലാണ് കളിച്ചത്? ഖത്തർ അല്ലേ. അടുത്തത് നുൻഷിദിൽ മൻലൂമ നുജീബ്, മൻലൂമ നോക്കി ഉത്തരം കൊടുക്കുക. ഈ പദ്യം നമ്മൾ തആവുൻ എന്ന പദ്യമാണ് അല്ലേ. ഇന്ന തആവുന മിൻ സിഫാത്തിൽ ആഖിലി, തആവുൻ ബുദ്ധിയുള്ളവന്റെ സ്വഭാവമാണ് അല്ലേ. ഈ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ ഈ ചാനലിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. ഈ പദ്യത്തിന്റെ പേജ് നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. ചോദ്യം 1, ആ തആവുൻ മിൻ സിഫാത്തി, ഇവിടെ ഫസ്റ്റ് വരി തന്നെ ഉണ്ട്. ആ തആവുൻ മിൻ സിഫാത്തി ആഖിലിൻ, ഇതാണ് ഉത്തരം വരിക. മാ സിറുൽ ഹ, ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? സിറുൽ ഹയാത്ത് ഹുവ തആവുൻ അല്ലേ. പിന്നെ നഖ്താർ സുതൂറ മിനൽ മൻലൂം മുവാഫിഖൻ ലി തസ്രീഹാത്തില്ല, താഴെയുള്ള ആശയത്തിന് ചോദിച്ച് വരി എഴുതുക. ലി തആവുന് ദലീലും ഫി അഅ്ളാഇൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിൽ തആവുന് തെളിവുണ്ട്. എന്താണ്? ഒത്തൊരുമിക്ക് അല്ലേ. ഇതാണ് ഉൻളുർ ഇലാ അഅ്ളാഇ ജിസ്മിക, ശരിയല്ലേ. അടുത്തതോ തആവുൻ മിൻ അസ്ബാബിൽ മജ്ദി വൽ ഇസ്സ്, നമുക്ക് അഭിമാനം ഉണ്ടാകുന്നതിന് കാരണം ഒത്തൊരുമയാണ്. ഏതാണ്? ലൗല തആവുനു ബൈന അബ്നാഇൽ വറാ, ശരിയല്ലേ. അത് നഖ്താർ സത്രം മുനാസിബുൽ സൂറ, ഈ ചിത്രത്തിന് യോജിച്ച വരി ഏതാണ്? ഇവിടെ സൂര്യനുണ്ട്, എന്താണ്, കടലുണ്ട്, ഏതാണ് വരിക? ലൗലൽ ബിഹാറു തആവനത് വശംസ്, ആ വരിയാണ് വരിക. അതിലാണ് കടലിനെ കുറിച്ചും സൂര്യനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇനി 5,
നഖ്റ തർജമത്തുൽ കാത്തിബ് വനുജീബ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാരഗ്രാഫ്. കാന വൈക്കം മുഹമ്മദ് ബഷീർ കാത്തിബൻ മഷ്ഹൂർ. വൈക്കം ബഷീർ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. ഫി കേരള, കേരളത്തിൽ. ഉലിദ ഫി തലയോലപ്പറമ്പ് ബിമുഖാത്തയത്ത് കോട്ടയം. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. ജനുവരി 21, 1907. വാലിദുഹു കായ അബ്ദുറഹ്മാൻ. കായ അബ്ദുറഹ്മാനാണ് അദ്ദേഹത്തിന്റെ ഉപ്പ. വാലിദത്തുഹു കുഞ്ഞാത്തുമ്മ. വാലിദത്താരാണ്? കുഞ്ഞായിഷുമ്മ. സൗജത്തുഫു ഫാത്തിമ. ഭാര്യ ഫാത്തിമ. ലഹു മുഅല്ലഫാത്തുൻ അദീദ്. അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മിസ്ല ഷാത്ത് ഫാത്തിമ, ഫാത്തിമയുടെ ആട്. ലുക്കിബ ബേപ്പൂർ സുൽത്താൻ അദ്ദേഹം വിളിക്കപ്പെട്ടു. തൂഫിയ ബഷീർ, അദ്ദേഹം മരണപ്പെട്ടു ജൂലൈ 5, 1994. ചോദ്യം നുജീബ് അനിൽ അസ്ഇല. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. മൻ ഹിയ സൗജത്ത് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേര് ഉണ്ടല്ലോ ഇവിടെ, ഫാത്തിമ എന്ന്. അപ്പൊ ഫാത്തിമയാണ് ഉത്തരം വരിക. അടുത്തതോ മ ജംഉ കലിമത്ത് മുഅല്ലഫത്ത്. മുഅല്ലഫത്തിന്റെ ജം എന്താണ്? മുഅല്ലഫാത്ത്. ഓക്കെ. ഇനി ബയാനാത്ത് ഷഖ്സിയ, അദ്ദേഹത്തിന്റെ പൂരിപ്പിക്കുക. ഇസ്മുൽ കാമിൽ എന്ത് വരും? വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കൊടുക്കണം. മക്കാനുൽ മീല, ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ്. കണ്ടോ? അടുത്ത ഇസ്മുൽ വാലിദ്, വാപ്പയുടെ പേര് കായ് അബ്ദുറഹ്മാൻ. പിന്നെ ഇസ്മുൽ വാലിദ്, ഉമ്മയുടെ പേര് കുഞ്ഞായിഷുമ്മ. അല്ലഖബ്, വിളിപ്പേര് ബേപ്പൂർ സുൽത്താൻ. താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ് ജൂലൈ 5, 1994. ഇനി ആറാമത്തെ നുക്ബിൽ ബിൽ മുനാസിബ്. കാന നബീൽ, നബീൽ ആയിരുന്നു. മസ്റൂറുൻ, മസ്റൂറൻ, മസ്റൂരിൻ. ഏതാ വരിക? കാന വന്നു കഴിഞ്ഞാല് മസ്റൂറൻ ആണ് ശരി വരിക അല്ലെ. ഇവിടെ ഈ കുട്ടി വെള്ളം കുടിക്കുന്നു. അപ്പൊ ഷെരിബത്ത് അൽബിന്തു മാഅൻ. ഷെരിബത്ത് അൽബിന്തു മാഅൻ. നുറത്തിബിൽ ജുമല, ഇത് സെന്റൻസ് ഓർഡറിലാക്കാൻ. ഖദീജ അദ്ദറസ് തക്തുബു. ഇങ്ങനെ വരിക, തക്തുബു ഖദീജ അദ്ദറസ് എന്നെഴുതാം കേട്ടോ. പിന്നെ അൽ ഹിസാൻ സ്വാറ സരിയാൻ. ഏതാ വരിക? സ്വാറൽ ഹിസാനു സരിയാൻ. ഞാൻ പറഞ്ഞ ഓർഡറിലാണ് എഴുതേണ്ടത്. അടുത്തത് താഴെയുള്ള പ്രസ്താവനകൾ വായിച്ചിട്ട് അതിൽ ശരിയായത് മാത്രം എഴുതുക. ദഹബ ഫാത്തിമ ഇലൽ മദ്രസ. ഫാത്തിമ മദ്രസയിലേക്ക് പോയി. ദഹബ എന്ന് പറ്റില്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇത് തെറ്റാണ് അല്ലേ. യക്തുബു നസീം അദ്ദറസ്. നസീം പാഠം എഴുതുന്നു. അത് കറക്റ്റാണ്. അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ്. ഹറജത്ത് ഫാത്തിമ ഇലൽ മക്തബ്. ഫാത്തിമ മക്തബിലേക്ക് പോയി. അതും ശരിയാണ്. തജ്ലിസു അൻവർ. തജ്ലിസു അൻവർ എന്ന് പറയാതെ തെറ്റാണ്. അപ്പോൾ 2, 3 ശരി. അപ്പോൾ ബായാണ് ശരി. ഓക്കെ. എത്രയാണ് ചോദ്യപേപ്പർ, അതിൻ്റെ ഉത്തരങ്ങളും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന്, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. എത്ര മാർക്ക് കിട്ടി എന്ന് എല്ലാവരും പറയണം കേട്ടോ കമൻറ്റിൽ.